നാം എങ്ങനെ പോരാടണം? എബ്രായ ലേഖനം 11:33 വായിക്കുന്നത്, വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു. നമ്മൾ ദൈവവചനത്തെ അംഗീകരിക്കുകയും നമ്മുടെ ബലമേറിയതായി മാറ്റപ്പെട്ടു എന്ന് വിശ്വസിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്താലും നാം വിശ്വസിച്ചത് ചിലപ്പോൾ ഉടനടി ജീവിതത്തിൽ അനുഭവമാകാതിരുന്നേക്കാം. കാര്യങ്ങൾ നേരെ വിപരീതമായി തോന്നിയേക്കാം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ചിന്തയിലും പ്രവൃത്തിയിലും സമ്പൂർണ്ണമായ വിശുദ്ധീകരണം ഉണ്ടാകേണ്ടതിന് നാം ആത്മാർത്ഥമായിട്ട് ദൈവവചനത്തിൽ വിശ്വസിച്ച് അവൻ്റെ വാഗ്ദത്തങ്ങളിൽ നിലനിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നു. മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം നാം അശുദ്ധരാണെന്ന് അല്പസമയത്തേക്കെങ്കിലും തോന്നാൻ സാത്താൻ ആലോചന കൊണ്ടുവരാം. ഇത് നമ്മെ അധൈര്യപ്പെടുത്തരുത്. സാത്താൻ്റെ തന്ത്രങ്ങൾ നാം അറിയാത്തവരല്ലല്ലോ എന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന നാളെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, വചനം വായിക്കണം എന്ന് നമ്മൾ ചിന്തിച്ചെന്നിരിക്കട്ടെ. അന്ന് രാത്രി വളരെ വൈകി ഉറങ്ങുവാൻ കിടന്നതുകൊണ്ട് അതിരാവിലെ ഉണരുവാൻ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അതികഠിനമായ തലവേദനയോ ആയിരിക്കും ചിലപ്പോൾ എഴുന്നേൽക്കുന്നത്. അതുകൊണ്ട് ദൈവവചനം പറയുന്നു, ബലഹീനതയിൽ ശക്തി പ്രാപിച്ച് യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. പഴയ നിയമത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ബലഹീനതയെല്ലാം ബലമായി മാറ്റപ്പെട്ടു എന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ, ധീരമായി പോരാടുകയും വേണം. തിമോത്തിയോസ് 2:4 വായിക്കുന്നത്, ഞാൻ നല്ല പോർ പൊരുതു, വിശ്വാസം കാത്തു. അതെ, ദൈവീയ വാഗ്ദത്തങ്ങൾ പൂർണ്ണമായി അനുഭവിക്കുന്നതുവരെ നാം സാത്താൻ്റെ സൈന്യത്തെ തുരത്തേണം. യോവേൽ 3:10 വായിക്കുന്നത്, ദുർബലൻ തന്നെത്താൻ വീരനായി മതിക്കട്ടെ. ദുർബലൻ തന്നെത്താൻ വീരനായി മതിക്കട്ടെ. അതുകൊണ്ടാണ് വിശ്വാസ വീരന്മാരായി തീരുവാൻ ദൈവം ബലഹീനരെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് വിശുദ്ധി, പ്രാർത്ഥന ജീവിതം, വചനധ്യാനം, ദൈവസ്നേഹം, ഇവയിൽ നമ്മൾ ആണോ ഇപ്പോൾ? നിങ്ങളുടെ ജീവിതത്തിലെ ബലഹീനതകളെല്ലാം ശക്തി പ്രാപിച്ചു എന്ന് വിശ്വാസത്താൽ അവകാശപ്പെടുക. നിരാശയും വിഷാദവും കോപവും ആശാഭംഗവും ഇത് നമുക്ക് കൂടെ നമ്മൾ വശംവാദനാകുന്നുണ്ടോ? വിജയം അവകാശപ്പെടുക. നമ്മുടെ ശാരീരിക ആവശ്യങ്ങൾക്ക് ഇതേ വാഗ്ദത്തത്തെ വിശ്വാസത്തിൽ അത് നമുക്ക് പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. ഏറ്റവും ബലഹീനമായ ശരീര അവയവങ്ങൾ ആരോഗ്യമുള്ളതായി തീരട്ടെ. അതെ, ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിലും ഏറ്റവും ബലഹീനനായ വിശ്വാസി, ഏറ്റവും ബലഹീന അവയവം ഏറ്റവും ബലമേറിയതായി തീരട്ടെ. ഈ വചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.